ഭീതിയുടെ നിഴലിൽ രാജഗിരി. കുന്നിൻ മുകളിലെ പാറമടകളിൽ നിന്നും ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണൊലിപ്പുണ്ടായി വീടുകളും കൃഷിയിടങ്ങളും തകരുന്ന വാർത്തകൾ വരുമ്പോൾ ഭീതിയോടെ കഴിയുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി നിവാസികൾ. രാജഗിരി ജോസ്ഗിരി റോഡിന് മുകൾ ഭാഗത്തായി 2 പാറമടകളാണുള്ളത്. താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച ഇവ രണ്ടും ജോസ്ഗിരി മലയുടെ ചെരിവിൽ പ്രവർത്തിക്കുന്നവയാണ്. അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു പാറമടയിൽ നിന്നുള്ള മണ്ണും കല്ലും മലമുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ രാജഗിരിക്കാരുടെ മാത്രമല്ല ആരുടെയും നെഞ്ചിരിപ്പേഴും. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയ്ക്കിടെ ഇവിടെ നിന്നും ശക്തമായ തോതിൽ മണ്ണൊലിപ്പുണ്ടായിരുന്നു. അന്ന് അധികൃതർ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് ഖനനം നിർത്തിവച്ചത്. മണ്ണൊലിപ്പിന്റെ ഭീകരത നാട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ ഈ ഭാഗത്ത് കൂറ്റൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരുന്നു. എന്നാൽ കനത്ത മഴയിൽ അതെല്ലാം റിബണുകൾ പോലെ കീറിപ്പറിഞ്ഞുപോയി. രാജഗിരി ജോസ്ഗിരി റോഡിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. രാജഗിരി സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട്. അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത പെരുമഴയാണ് ഇത്തവണ വടക്കൻ കേരളം അഭിമുഖീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴയായിരുന്നു. പല ദിവസങ്ങളിലും റെഡ് അലർട്ടായിരുന്നു. വടക്കൻ കേരളം ശക്തമായ കാറ്റും മഴയും എല്ലാം അതിജീവിച്ച് കടന്നു പോകുന്ന ഈ സമയത്ത് തന്നെയാണ് വടക്കൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പാറമടകൾ തകർത്ത് കുത്തിയൊഴുകിയ വെള്ളം ഗ്രാമങ്ങളെ ഇല്ലാതാക്കുന്ന വാർത്തകൾ, വീടുകൾ തകർക്കുന്ന വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. അത്തരത്തിൽ പാറമടകൾ ഏത് നിമിഷവും തകർത്തെറിയാവുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി എന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. രാജഗിരി ജോസ്ഗിരി റോഡിൽ നിന്നുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയം തന്നെ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഒരു പാറമട കാണാം. എൻ്റെ വലതുവശത്ത് മറ്റൊരു പാറമടയുണ്ട്. റോഡിൻ്റെ ഇരുഭാഗത്തായിട്ട് വലിയ 2 പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പാറമടകളുടെ പ്രവർത്തനമൊക്കെ മഴയെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ പാറമടകൾ സൃഷ്ടിക്കുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷത്തിലാണ് രാജഗിരി എന്ന് പറയുന്ന ഈ ഗ്രാമം ഇപ്പോഴുള്ളത്. ഈ പാറമടകളുടെ തൊട്ടു താഴെ ജനവാസ മേഖലയാണ്. ഇവിടെ ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മലയോര മേഖലയിലെ നിരവധി വീട്ടുകാർ ആശ്രയിക്കുന്ന ഒരു ജോസ്ഗിരി രാജഗിരി ടൗണുകളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ആ പാതയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ വലതുവശത്ത് 2 വലിയ പാറമടകൾ, അതിലൊന്ന് 2 പാറമടകൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു പാറമടയിലെ നിന്ന് നീക്കം ചെയ്ത മണ്ണ് ഒരു കൂന കൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. ആ മൺകൂന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ശക്തമായ മഴയിൽ അതിന് മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒപ്പം തന്നെ കൂറ്റൻ കരിങ്കല്ലുകൾ അടർന്നു വീഴാനുള്ള, പാറക്കല്ലുകൾ അടർന്ന് താഴേക്ക് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ ദൃശ്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ തൊട്ട് മുമ്പിൽ മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വന്ന് റോഡിൻ്റെ ഓവുചാല് തകർത്ത ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഈ റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. മലയോര മേഖലയിൽ KSRTC ബസ് മാത്രം സർവീസ് നടത്തുന്ന ഒരു പ്രധാന പാതയാണ് രാജഗിരി ജോസ്ഗിരി. ഇവിടെ നിന്ന് ഈ മലയോര മേഖല ഉള്ളവർ ചെറുപുഴയും പയ്യന്നൂരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൗണുകളിലേക്കൊക്കെ കടന്നു പോകുന്നത് KSRTC ബസ്സിനെ ആശ്രയിച്ചാണ്. ആ ബസ് കടന്നു പോകേണ്ട, അതുപോലെ നൂറുകണക്കിന് മറ്റു വാഹനം കടന്നു പോകുന്നൊരു പാതയാണ് ഇത്. ഈ പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാതയുടെ പല ഭാഗങ്ങളും പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. ഈ കുത്തി ഒഴുകിയ വെള്ളം, അതുപോലെ തന്നെ ഓവുചാല് അടഞ്ഞു പോയതുകൊണ്ട്, കല്ലും മണ്ണും വീണ് ഓവുചാൽ അടഞ്ഞു പോയതുകൊണ്ട് വെള്ളം കുത്തി ഒഴുകിയ റോഡ് പൂർണ്ണമായി ഇല്ല. മാത്രമല്ല പാറമടകളിലേക്കുള്ള ടിപ്പർ ലോറികൾ കഴിഞ്ഞ ദിവസം കടന്നുപോയിട്ട് ടിപ്പർ ലോറികൾ കാരണം റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരുന്നു. ജനങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഈ പാറമടക്കെതിരെയുണ്ട്. പാറമടകൾ അത് പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അനിയന്ത്രിതമായ സ്ഫോടനം നടത്തിക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾ വലിയ തോതിൽ പരാതി ഉയർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഈ കനത്ത മഴയെ തുടർന്ന് പാറമടകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇത് ഏത് നിമിഷവും ഇത് തുറന്ന് പ്രവർത്തിക്കും. പക്ഷേ അപ്പോഴും ഒരു ഭീതി നിലനിൽക്കുന്നത് ഈ പാറമടകളിൽ നിന്ന് പുറന്തള്ളുന്ന മണ്ണും കല്ലും അത് ഈ താഴ്ഭാഗത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തും. രാജഗിരി ടൗണിനെ അത് ഇല്ലാതാക്കുക. അതിശക്തമായ മഴ ഇനിയും തുടർന്നാൽ ഒരുപക്ഷെ കനത്ത മഴയിൽ വലിയ ഉരുൾപൊട്ടലിന് തന്നെ സാധ്യതയുള്ള ഒരു പ്രദേശമായി, പരിസ്ഥിതി ലോല പ്രദേശമായി രാജഗിരി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്ക ചെറുതല്ല. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത്. മാത്രമല്ല രാജഗിരി ജോസ്ഗിരി ഈ പാത തകർന്നു കഴിഞ്ഞാൽ രാജഗിരിയും ജോസ്ഗിരിയും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. ജോസ്ഗിരി പ്രദേശം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അധികൃതരുടെ അടിയന്തിരമായ ഇടപെടൽ വേണ്ട ഒരു മേഖലയാണ് ഈ രാജഗിരി. ദൃശ്യമാധ്യമത്തിന് പകർത്തി പുറത്തേക്ക് കൊടുക്കുന്നതിനേക്കാൾ ഭീകരമാണ്. ജനങ്ങളും അധികൃതരും ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കി തന്നെ അടിയന്തര നടപടി എടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. രാജഗിരി ജോസ്ഗിരി റോഡിൽ നിന്നും
CCNET-ന് വേണ്ടി ജെയിംസ് ഇടപ്പള്ളിൽ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.